ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഹോട്ട് ടോപ്പിക്സിന്റെ 25ാമത്തെ ക്ലാസ് ആണ്. ഓരോ ഏരിയയും 25 ടോപ്പിക്സ് നിങ്ങളൊന്ന് ഹോട്ട് ടോപ്പിക്സ് കൊണ്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. എന്നും PSC മേഖല ആവർത്തിക്കുന്ന ഏരിയകളാണ് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് നല്ല രീതിയിൽ മാർക്കാക്കി മാറ്റാനും എന്താണ് എക്സാം ഹാൾ അത് മാർക്കാക്കി മാറ്റണം. നമ്മൾ വെറുതെ ഹോട്ട് ടോപ്പിക്സ് ഉണ്ട് നിങ്ങൾ കാണുന്നുണ്ടാകും, കുറച്ച് എന്താണ് വെറുതെ ജസ്റ്റ് ഒന്ന് കണ്ടുപോകുന്നുണ്ടാകും. അങ്ങനെയല്ല, അത് കാണുകയും അത് നല്ല രീതിയിൽ മനസ്സിലാക്കുകയും, കാരണം നമ്മളൊരു എക്സാം എഴുതുന്ന വ്യക്തികൾക്കാണ് നമുക്ക് അറിയുള്ളൂ അല്ലെ. നമ്മളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വെരിഫൈ ചെയ്തിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്കറിയാം ഇന്ന ഏരിയകളാണ് PSC ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഏരിയയാണ്. അപ്പൊ ആ ഏരിയക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഹോട്ട് ടോപ്പിക്സിന് അത്രത്തോളം ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ജസ്റ്റ് വീഡിയോ കണ്ടു, ജസ്റ്റ് ഇങ്ങനെ ക്ലാസ് അങ്ങനെ പോയിട്ടൊന്നും നമുക്ക് മാർക്ക് കിട്ടില്ല. നമ്മളതിന് നല്ല രീതിയിൽ ഇന്ന് പഠിക്കുക, നമ്മൾ റിവിഷൻ ചെയ്ത് മാറ്റി വെക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഹോട്ട് ടോപ്പിക്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത് ഉപകാരപ്രദമാക്കി മാറ്റണം, അത് നിങ്ങളുടേതാക്കി മാറ്റാൻ കഴിയണം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മള് ഹോട്ട് ടോപ്പിക്സിൽ നമുക്ക് വേൾഡ് ജോഗ്രഫിയിൽ ഒരു ഭാഗമുണ്ട് അല്ലെ. എന്നും PSC മേഖലയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ഭൂപടങ്ങളില് നിറങ്ങളെ ഓരോന്നിനെ സൂചിപ്പിക്കുന്നത് ഏത് കളറിലാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, സൂചിപ്പിക്കാറുണ്ട് അല്ലെ. അപ്പോ നമ്മൾ അതാണ് ഇന്ന് മനസ്സിലാക്കാൻ പോണത്. നോക്കിക്കേ, നിറങ്ങളും ചിഹ്നങ്ങളും അവയുടെ സവിശേഷതകൾ എന്താണ്. ഭൂപടങ്ങളില് നമ്മൾ മനസ്സിലാക്കണം അല്ലെ, ഇന്ന കളർ ഇന്നത് കൊടുത്തിരിക്കുന്നത് അത് ഇന്നതിനെ സൂചിപ്പിക്കാനാണ്, ഇന്നത് കൊടുത്തിരിക്കുന്നത് ഇന്നത് സൂചിപ്പിക്കാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും എക്സാമിന് ഒരു മാർക്ക് 100% ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അത് ഓരോന്നായിട്ട് പഠിച്ചു പോകാം. നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. കാരണം സാധാരണ എപ്പോഴും PSC ചോദിക്കാറുണ്ട്, പച്ച നിറം എന്തിനെ സൂചിപ്പിക്കുന്നു, മഞ്ഞ നിറം എന്താണ്, ചുവപ്പ് നിറം എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോ നാളെ ഒരു എക്സാമിന് വേറൊരു രീതിയിലാണ് ക്വസ്റ്റ്യൻ, വേറെ ഏതെങ്കിലും ചിഹ്നങ്ങള് നമുക്ക് അതിൽ പിക്ചർ, ഇപ്പൊ കാരണം പിക്ചർ ഫിസിക്സിലൊക്കെ തരാറുണ്ട് അല്ലേ. എന്താണ് പിക്ചർ തന്നിട്ട് ഇത് ഏത് നിയമങ്ങളാണ്, ആ നിയമങ്ങളാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ നാളെ ഈ ഭൂപടങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു അടയാളങ്ങള് പിക്ചർ വൈസ് തന്നിട്ട് ഇത് ഏതിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ മാർക്ക് അവിടെ നഷ്ടമാകാൻ പാടില്ല. ഓക്കെ, അത് നമ്മുടെ കയ്യിൽ മാർക്കായിട്ട് ഇരിക്കണം. പഠിക്കാത്തവർ ഓക്കെ അങ്ങനെ പോട്ടെ, നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, നമ്മൾ അതെന്ത് ചെയ്യണം, മാർക്കാക്കി മാറ്റണം. അപ്പോ പച്ച കളർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, പച്ച നൈസർഗിക സസ്യജാലങ്ങൾ. അത് നമുക്ക് നോർമലായിട്ട് ഏതൊരു ഉദ്യോഗാർത്ഥിക്കും അറിയാം. പച്ച എന്ന് പറയുന്നത് നൈസർഗിക സസ്യജാലങ്ങളാണ്. യെല്ലോ കളർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, യെല്ലോ കൃഷിയിടങ്ങളാണ്. നോക്കിക്കേ, നമ്മൾ നെല്ല് കൃഷി ചെയ്തിട്ടിരിക്കുമ്പോൾ അവിടെ ഫുള്ളും അതൊക്കെ എന്താണ്, ആ പച്ച പഴുത്ത് ഇല നിൽക്കുന്ന സമയത്ത് അത് എങ്ങനെയാണ് യെല്ലോ കളറിൽ നിൽക്കുക. അത് മനസ്സിൽ വിചാരിച്ചു. ഇപ്പൊ നമ്മൾ വേറെ കൃഷിയൊക്കെ പറയുമ്പോൾ അത് പച്ചയുണ്ടാവും, എല്ലാം പല കളറിലുണ്ടാവും അല്ലെ. അപ്പൊ കൃഷിയിടങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു നെൽകൃഷി അത് മൂപ്പ് നമ്മൾ അതായത് കൊയ്തെടുക്കുന്ന ആ സമയമാകുമ്പോൾ എന്തായിരിക്കും കളർ, ഫുൾ യെല്ലോ കളറിലായിരിക്കും അല്ലേ. അത് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം, കൃഷിയിടങ്ങളിൽ യെല്ലോ കളറിനെയാണ് സൂചിപ്പിക്കുന്നത് അറിയാം. ഇനി ചുവപ്പ് എന്താണ്, പാർപ്പിടങ്ങളും റോഡുകളും അല്ലേ. ഇനിയിപ്പോ ഒരു കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു, അല്ലെങ്കിൽ റോഡിൽ ആക്സിഡന്റ് ഉണ്ടായി, ഇതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. അപ്പൊ അവിടെയൊക്കെ എന്താ സംഭവിക്കുക, ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് ബ്ലഡ് പോകാറുണ്ട് അല്ലേ. അപ്പൊ അവിടെ എന്താകും, ചുവപ്പ് കളറാകും. അപ്പൊ അങ്ങനെ അത് ഓർക്കുക. ചുവപ്പ് പാർപ്പിടങ്ങൾ, റോഡുകൾ. കറുപ്പ് എന്താണ്, തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈന്, ഇതൊക്കെ എന്താണ്, കറുപ്പാണ്. തീവണ്ടിപ്പാത ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞതാണ് കേട്ടോ, ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു. കറുപ്പ് എന്തൊക്കെയാണ്, തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകള്, രേഖാംശ രേഖകള്, ടെലിഫോൺ ലൈന്. ഇനി നീല എന്താണ്, ജലം എന്താണ്, നമുക്ക് നീലയായിട്ടാണ് അല്ലെ. നീല എന്താണ്, ജലാശയങ്ങളാണ്. തവിട്ട് നിറം, പാറക്കൂട്ടങ്ങൾ, മണൽ കൂനകൾ, കുന്നുകൾ. കുന്ന് പറയുമ്പോൾ ഒരു മണ്ണിന്റെ കളർ എങ്ങനെയാണ്, ഒരു തവിട്ട് കളർ പോലെയാണ് അല്ലെ. അപ്പൊ തവിട്ട് എന്താണ്, പാറക്കൂട്ടങ്ങൾ, മണൽ കൂനകൾ, കുന്നുകളൊക്കെ തവിട്ട് നിറമാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ സാധാരണ ചോദിച്ചാലും നമുക്ക് എങ്ങനെയെങ്കിലും എഴുതാനായിട്ട് കഴിയില്ലേ. പക്ഷെ നമുക്കൊരു ചിഹ്നമാണ്. ഇനിയിപ്പോ നാളെ ഈ ലെവലിൽ ഇങ്ങനെ ഒരു ചിഹ്നങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ ഒന്ന് പതറും, നമുക്ക് എന്ത് ചെയ്യും, മാർക്കാക്കി മാറ്റാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമുക്ക് ആ ചിഹ്നങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചു വരണം. ഇനി നോക്കിക്കേ, ടാറിട്ട റോഡ് ഇതാണ്ടോ, 2 ലൈൻ ഇട്ടിട്ട് കണ്ടോ, 2 ലൈൻ. അത് എങ്ങനെയാണ്, ഒരു ബോൾഡ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലൈൻ ഉള്ളതും വരുന്നുണ്ട് കേട്ടോ പഠിക്കാൻ. അതുകൊണ്ട് പഠിക്കുന്നത് കണ്ടത് ഒത്തിരി ലൈൻ ഇട്ടത് ബോൾഡ് ആയിട്ടല്ലേ കണ്ടോ. അതുകൊണ്ട് ടാറിട്ട റോഡ്.
ഇനിയോ തീവണ്ടിപ്പാത നോക്കി, ഒരു ഏണിയുടെ മോഡൽ ഉണ്ട് അല്ലെ, ഒരു തീവണ്ടിയുടെ ഒരു അറിയാലോ നമുക്ക് ആ തീവണ്ടി ട്രാക്ക് എങ്ങനെയാന്ന് നോക്കിക്കേ. ട്രാക്ക് കാണുന്നത് തീവണ്ടിപ്പാത. ഇനി ഇത് നോക്കണം നിങ്ങള്, ഈ അരുവിയും നദിയും. അരുവി നോക്കിക്കേ, ഇതിന് അത്രയ്ക്ക് ബോൾഡ് പോരാ അല്ലെ, ഒരു ലൈറ്റ് കളറാണ്, അത്രയ്ക്ക് ബോൾഡ് ആയിട്ടല്ല അല്ലെ, ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്, ഒരു അരുവിയാണ് അല്ലെ. പക്ഷെ ഒരു നദി ആകുമ്പോ നോക്കിക്കേ, അതിനൊരു തിക്നെസ് കൂടി അല്ലെ. പിന്നെ ഒരു നദിയിൽ നിന്ന് നമുക്കറിയാം, ഇപ്പൊ ഒരു പോഷക നദികൾ വേറെ വേറെ, അരുവിക്ക് വേറൊരു പോഷക അരുവി ഉണ്ടോ? ഇല്ല അല്ലെ. നദിക്ക് എന്തുണ്ട്? പോഷക നദികളുണ്ട് അല്ലെ. അപ്പൊ ഇതിപ്പോ ഒരു നദിയാണെങ്കിൽ, ഇതിൽ നിന്ന് വേറെ ഒരു കൈവഴിയായിട്ട് വേറെ നദികൾ പോകും അല്ലെ. അപ്പൊ അതങ്ങനെ മനസ്സിലാക്കുക, അതിന് തിക്നെസ്സും ഉണ്ട്. അരുവിയാകുമ്പോൾ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ലൈൻ, അത് ഒഴുക്കുണ്ട് കേട്ടോ, കണ്ടോ ഈ ഒഴുകി പോണ പോലെ. പക്ഷെ നദിയാകുമ്പോ കണ്ടോ, ഒഴുക്കുമുണ്ട്, അത് തിക്നെസ് ഉണ്ട്, അതിനൊരു കൈവഴിയായിട്ട്, പല നദികൾക്കും പല കൈവഴികളില്ലേ. അപ്പൊ അങ്ങനെ അത് മനസ്സിലാക്കുക, ഒന്നിൽ നിന്ന് ഒന്ന് കൈവഴിയായിട്ട് പോകുന്നത് മനസ്സിലാക്കുക. അപ്പൊ ഈ 4 ഇവിടെ മനസ്സിലാക്കിയോ? ഈ ടാറിട്ടർ റെയിൽവേ ട്രാക്ക്, പിന്നെ തീവണ്ടിപ്പാത നമുക്ക് അറിയുന്നുണ്ട്, അത് മനസ്സിലാക്കാം. ഇപ്പൊ അരുവിയും നദിയും പറഞ്ഞു തന്നു, ആ ഒരു വ്യത്യാസം എന്താന്ന് മനസ്സിലായല്ലോ അല്ലെ. ഇനി ടാറിട്ടർ റോഡ്, അത് കുറച്ച് ബോൾഡ് ആണ്, 2 ലൈനാണ്, അത് ബോൾഡ് ആക്കിയിട്ടാണ് ടാറിട്ടർ റോഡ് ഇട്ടിരിക്കുന്നത്. ഇനി നോക്കിക്കേ, പള്ളി, അത് നമുക്കറിയാം അല്ലെ, ഈ കുരിശിന്റെ ആകൃതിയുണ്ട്, അതുകൊണ്ട് ഇതൊരു ക്രിസ്ത്യൻ പള്ളിയാണ്. ഇനി ഒരു ക്ഷേത്രമുണ്ട്, പിന്നെ മുസ്ലിം പള്ളിയുണ്ട് ഇല്ലേ. അത് നമുക്ക് ഇത് രണ്ടും തമ്മിൽ കാണുമ്പോൾ വലിയ വ്യത്യാസം നമുക്ക് അറിയുന്നില്ല, പക്ഷെ അത് എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ വ്യത്യാസം, ക്ഷേത്രം, മുസ്ലിം പള്ളി. പിന്നെ പാർപ്പിടങ്ങൾ നോക്കിക്കേ, വലിയ വീടും, അത് ഒന്ന് ഇങ്ങനെ മനസ്സിലാക്കുക. നമ്മള് വലിയ വീടുകൾ ഉണ്ടാവും, ചെറിയ വീടുകളൊക്കെ ഉണ്ടാവും അല്ലെ. അടുപ്പിച്ച് ഒരു വീട് വലിയതാണെങ്കിൽ അതിന്റെ തൊട്ട് ചെറിയ വീടുണ്ടാകും. അത് ഞാനൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞു തരുവാണ് കേട്ടോ. പാർപ്പിടങ്ങൾ നോക്കിക്കേ, വലിയ വീട്, ചെറിയ വീട് അടുത്തടുത്തായിട്ട് കൂട്ടമായിട്ട് നിൽക്കുന്നു. ഇനി പോസ്റ്റ് ഓഫീസ്, നമ്മൾ എപ്പോഴും പോസ്റ്റ് ഓഫീസ് എഴുതുമ്പോൾ പോസ്റ്റ് ഓഫീസ് അങ്ങനെയല്ലേ എഴുതുക. അപ്പൊ PO എന്നുള്ളത് PO കൊടുത്തു. ഇനി കിണർ, ഇതെപ്പോഴും ശ്രദ്ധിക്കണം. ജലാശയം പറയുമ്പോൾ എപ്പോഴും നീല കളർ അല്ലേ, ജലാശയം എപ്പോഴും നമ്മൾ എന്താ പറയാ, നീല കളറാണ്. അത് ഒരു റൗണ്ടിലാണ് എങ്കിൽ സാധാരണ കിണറും, ഒരു ത്രികോണ ആകൃതിയിലാണ് നീല കളറ് എങ്കിൽ അതൊരു കുഴൽ കിണറുമാണ് കേട്ടോ, അത് മനസ്സിലാക്കണേ. ഒരു കിണർ എന്ന് പറയുമ്പോൾ അതിനൊരു മറ്റൊന്നുമില്ല, ഒരു വൃത്താകൃതിയാണ് കേട്ടോ, ഒരു വൃത്താകൃതിയിലാണ് ഏത് വരുന്നത്, കിണർ വരുന്നത്. എന്നാൽ അത് എന്ത് കളർ, ഈ വൃത്തം പറയുന്നത് എന്ത് കളറിലായിരിക്കും, നീല കളറിലായിരിക്കും കേട്ടോ, ബ്ലൂ ആണ്, നീല കളറിലാണ്. എന്നാൽ ത്രികോണാകൃതിയിൽ ഒരു നീല കളറിൽ കാണണമെങ്കിൽ അത് എന്തായിരിക്കും, കുഴൽ കിണറായിരിക്കും. ഇനി പോലീസ് സ്റ്റേഷനെ എങ്ങനെ സൂചിപ്പിക്കും, PS, പോലീസ് സ്റ്റേഷനിലെ PS മാറ്റിയിട്ട് അല്ലെ, PS എന്നാക്കിണ്ടാവും. ഇനി എന്താണ്, കോട്ട നോക്കിക്കേതാ, കോട്ട, അതിന്റെ ചിഹ്നം നോക്കണം കേട്ടോ, കോട്ട. ഇനി പാലം കണ്ടോ, ഇതാ പാലത്തിന്റെ ചിഹ്നം എങ്ങനെയാന്നുള്ളത് ഒന്ന് നോക്കി വെക്കുക. ഒന്ന് വരച്ചൊക്കെ നിങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു റഫ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിങ്ങനെ എന്ത് ചെയ്യും, നോക്കി വെക്കണം കേട്ടോ, പാലം. ഇനി കുളം നോക്കിക്കേ, കുളം കണ്ടോ, അങ്ങനെ നമുക്കറിയാലോ, ഒരു പോണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു നോക്കി ഒരു ഫ്ലവർ പോലെ ഉണ്ട് അല്ലേ. അത് പക്ഷെ കളർ എന്ത് തന്നെ ആയിരിക്കണം, വെള്ളം എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും നീല കളർ തന്നെ ആയിരിക്കണം കണ്ടോ. ഇങ്ങനെ ഒരു ഫ്ലവർ, നമ്മളൊരു ചെറുപ്പത്തിലൊക്കെ നമ്മളൊരു പൂ വരയ്ക്കാറുണ്ട്, ഇങ്ങനെ ഒരു പൂ വരയ്ക്കാറുണ്ട്, നോക്കിക്കേ അതേപോലെയാണ് കുളം. നമ്മൾ നേരത്തെ പിന്നെ ത്രികോണാകൃതിയിൽ നീല കളറിൽ പറഞ്ഞു കുഴൽ കിണർ. അപ്പൊ കിണർ എങ്ങനെയായിരിക്കണം, കുഴൽ കിണർ എങ്ങനെയായിരിക്കണം, കുളം എങ്ങനെയായിരിക്കണം. നാളെ ചിലപ്പോൾ ഈ സിമ്പിൾ തന്നിട്ടായിരിക്കും ഏതാന്ന് പറഞ്ഞിട്ട് എടുത്തെഴുതാൻ പറയുന്നത്. നോക്കിക്കേ, ശവപ്പറമ്പ് എങ്ങനെയാണ്, കണ്ടോ ഈ അതിലാണ് ശവപ്പറമ്പ്. അപ്പൊ ഇത്രയും മനസ്സിലായോ? ഒന്ന് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ. പക്ഷെ ഒരു മാർക്ക് അവിടെ കയ്യിലിരിക്കും, സിമ്പിൾ ആയിട്ട് പഠിക്കുകയും ചെയ്യാം. ഇനി ഇവിടെ നോക്കിക്കേ, റോഡുകളിൽ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത് നോക്കാം. റോഡ് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബോൾഡ് ആക്കിയിട്ട് 2 സിഗ്നൽ ലൈൻ വരുമ്പോഴാണ് ടാർ ചെയ്ത റോഡ്, ടാർ ചെയ്തതാണ്. ഇനി ടാർ ചെയ്യാത്ത റോഡാകുമ്പോൾ എങ്ങനെയാണ്, അത് തിക്നെസ്സും ഉണ്ട്, പക്ഷെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട് അല്ലേ. ഇപ്പൊ ഒരു റോഡ് പണി ചെയ്യാതെ കുറെ കാലം റോഡ് പണി നടക്കാണ്ടിരിക്കുമ്പോൾ അരികും മൂലയൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ. കുറച്ച് റോഡ് ഇവിടെ നമ്മള് എന്താ പറയാ, ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഇവിടെ ഒരു റോഡ് എത്തുമ്പോൾ ഇത്തിരി നല്ല രസമുണ്ടാവും, ഇവിടെ എത്തുമ്പോൾ അങ്ങനെ പൊട്ടിപ്പൊളിണ്ടാവും, വീണ്ടും ഒരു കുറച്ച് നന്നായിട്ടുണ്ടാവും. അങ്ങനെയല്ലേ ഒരു റോഡ്, അത് മനസ്സിലാക്കാൻ മതി. ഇടയിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും അല്ലേ, ടാർ ചെയ്യാത്ത റോഡ്. ഇനി നടപ്പാത നോക്കിക്കേ, ഇതാ ഒരു ഡോട്ട് ഇട്ടിട്ടാണ് അല്ലേ, ഡോട്ട് ഇട്ടിട്ടാണ്, അതും എന്താണ് ലൈനിലെ ഗ്യാപ്പ് വിട്ടിട്ടാണ് ഇവിടെ വരുന്നത് നടപ്പാത. ഇനിയോ കാറ്റ് ട്രാക്ക് എന്താണ്, വണ്ടിപ്പാത എങ്ങനെയാ വരുന്നത്, ഒരൊറ്റ ലൈനാണ് വണ്ടിപ്പാത. ഇനി പാലവും റോഡും അതേപോലെ എന്താണ്, അതിന്റെ സെന്ററിലായിട്ട് പാലവും വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പാലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിന്റെ സെന്ററിൽ എന്ത് വേണം, പാലത്തിന്റെ ചിഹ്നം നമ്മൾ നേരത്തെ പഠിച്ചില്ലേ,
ഈ ഒരു സിമ്പിൾ വെച്ചിട്ട് പാലം പഠിച്ചു. അപ്പൊ അതിന്റെ സെന്ററിൽ എന്തിട്ടാ മതി? റോഡ് ഇട്ടാ മതി. നമ്മളിവിടെ ടാറിട്ട റോഡ് പഠിച്ചില്ലേ? ആ 2 സിഗ്നല് സെന്ററിലും വരുന്നുണ്ട്. എന്താ പാലത്തിന്റെ ചിഹ്നവും ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ 4 5 റോഡ് ഇങ്ങനെയാണ്. ടാർ ചെയ്ത റോഡ് ഇങ്ങനെയാണ്. ടാർ ചെയ്യാത്ത റോഡ് നോക്കിക്കേ, വ്യത്യാസം ഇടയിലൊക്കെ മിസ്റ്റേക്ക് വന്നതായിട്ടൊക്കെ ഓർക്കുക. നടപ്പാത ഇത്, വണ്ടിപ്പാത ഒരൊറ്റ ലൈനാണ്, പാലവും റോഡും. ഇനി അതിർത്തികളെ എങ്ങനെയാണ് അത് എങ്ങനെയാണ് നമ്മൾ ചിത്രീകരിക്കുന്നത് ഭൂപടത്തില്? അന്താരാഷ്ട്ര അതിർത്തി. അന്താരാഷ്ട്രം പറയുമ്പോൾ അതിനൊരു കുറച്ചൊരു ഇതുണ്ട് അല്ലേ? അപ്പൊ അവിടെ നോക്കിക്കേ, ആ തിക്നെസ് അങ്ങോട്ട് നല്ല രീതിയിൽ കൂട്ടിക്കൊടുക്കണം അല്ലേ? ആ തിക്നെസ് നല്ല രീതിയിൽ ആ ലൈനുകൾ കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. കാരണം ഓൾ ഇന്ത്യ ലെവലാണ് അല്ലേ? ഇനിയോ സംസ്ഥാനമാകുമ്പോൾ അവിടെ എന്തായി? കുറച്ചൊന്ന് കമ്മിയായി അല്ലേ? അപ്പൊ ആ തിക്നെസ് ഒന്ന് കുറച്ചു. കണ്ടോ? ആ തിക്നെസ് ഒന്ന് കുറച്ചു. പക്ഷെ ഡോട്ട് രണ്ടും ഇടയിലുണ്ട് കേട്ടോ, രണ്ടും ഇടയിലുണ്ട്. ഇനി ജില്ലാ അതിർത്തിയാകുമ്പോൾ എന്താണ്? ആ ഡോട്ട് വേണ്ട അല്ലെ? ആ ഡോട്ട് ജില്ലയാകുമ്പോൾ അത് വേണ്ട. താലൂക്ക് അതിർത്തിയാകുമ്പോൾ എന്താണ്? അതേപോലെ ലൈൻ ഇട്ടു, ഡോട്ടും വേണ്ട, പക്ഷെ തിക്നെസ് എന്ത് ചെയ്തു? ഒന്നും കൂടി കമ്മിയാക്കി. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ അന്താരാഷ്ട്ര അതിർത്തിയും സംസ്ഥാന അതിർത്തിയും ഒന്ന് ആദ്യം മനസ്സിലാക്കുക. അന്താരാഷ്ട്ര അതിർത്തിയാകുമ്പോൾ ഇന്റർനാഷണൽ ആകുമ്പോൾ നല്ല തിക്നെസ്സിൽ പിന്നെ ഡോട്ടൊക്കെ നല്ല തിക്നെസ് ഇട്ട് കൊടുക്കുക. സംസ്ഥാന അതിർത്തിയാകുമ്പോൾ എന്ത് ചെയ്യുക? ആ തിക്നെസ്സിന് ഒന്ന് കമ്മിയാക്കിയിട്ട് എന്ത് ചെയ്യണം? ബോൾഡ് ഒന്ന് കമ്മിയാക്കിയിട്ട് ലൈനുകൾക്ക് ആ കട്ടി കമ്മിയാക്കിയ ശേഷം ഇട്ട് കൊടുക്കുക. ഇവർ രണ്ടാളെ ഇങ്ങനെ മനസ്സിലാക്കുക. ഇനി ജില്ലാ അതിർത്തിയും താലൂക്ക് അതിർത്തിയും അതുപോലെ. ജില്ലാ അതിർത്തിക്ക് നല്ല തിക്നെസ് കൊടുക്കുക, ഇടയിലൊന്നും എന്ത് വേണ്ട? ഡോട്ടുകളൊന്നും വേണ്ട. താലൂക്ക് അതിർത്തിയാകുമ്പോൾ അതിന്റെ തൊട്ട് താഴെയാണല്ലോ, അപ്പൊ അതിനെന്ത് ചെയ്യുക? കുറച്ച് ആ തിക്നെസ് കമ്മിയാക്കി കൊടുക്കുക. അതേപോലെ റെയിൽവേയിൽ നമ്മൾ പഠിക്കാണ്ട് ബ്രോഡ് ഗേജ്, നാരോ ഗേജ്, മീറ്റർ ഗേജ് ഒക്കെ പഠിക്കാറുണ്ട് അല്ലേ? ആ റെയിൽ പാതയിൽ ബ്രോഡ് ഗേജ് ഇങ്ങനെയാണ്. ബ്രോഡ് ഗേജ് നല്ല തിക്നെസ് ആണ്. ബ്രോഡ് ഗേജിന്റെ അളവാണല്ലോ 1.67 എത്ര സംതിങ് ആണല്ലോ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യനും ആണ്. ബ്രോഡ് ഗേജ് എങ്ങനെയാണ്? എന്താ ഇതേപോലെയായിരിക്കും റെയിൽവേ ട്രാക്ക് വരുന്നത്. പിന്നെ ഇനി റെയിൽ പാതയും വരണം, റെയിൽവേ സ്റ്റേഷനും വരണം. കണ്ടോ? അപ്പൊ ഈ അതേ സാധനം കണ്ടോ? ഈ അതേ റെയിൽവേ പാത ഇവിടെ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം? മേലെ റെയിൽവേ സ്റ്റേഷനും കൊടുത്താൽ മതി. കണ്ടോ? റെയിൽപാതയുമായി ഇതേ റെയിൽപാത അല്ലേ? അതേ എന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ കൊടുത്താൽ മതി. ഇനി മീറ്റർ ഗേജ് ആകുമ്പോൾ, ഇവിടെ ബ്രോഡ് ഗേജ് ആകുമ്പോൾ നല്ല തിക്നെസ് വന്നു അല്ലേ? ഇനി മീറ്റർ ഗേജ് ആകുമ്പോൾ നോക്കിക്കേ, 2 ലൈൻ ഇട്ടിട്ട് കണ്ടോ? ഇതാ ഇതൊന്ന് പിക്ചർ ബേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. വെറുതെ നമ്മൾ പറയുന്നതിനേക്കാളും പിക്ചർ ബേസ് തരുമ്പോൾ കുറച്ചും കൂടി മനസ്സിൽ നിൽക്കട്ടെ പറഞ്ഞിട്ട് തന്നതാണ്. റെയിൽപാത എന്താണ്? മീറ്റർ ഗേജിലാകുമ്പോൾ ഇങ്ങനെയാണ്. ഇനി ലെവൽ ക്രോസിംഗ്. ലെവൽ ക്രോസിംഗ് പറയുമ്പോൾ നമ്മളെ നേരത്തെ ഈ റെഡ് 2 ലൈൻ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? ടാറിട്ട റോഡായിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ നോക്കിക്കേ, ആ റെയിൽവേ ട്രാക്ക് കണ്ടോ? നമ്മളിപ്പോൾ ഒരു റോഡിന്റെ സെന്ററിൽ റെയിൽവേ ഗേറ്റ് വരുമ്പോൾ നമ്മൾ ബസ്സുകളൊക്കെ അവിടെ നിൽക്കാറില്ലേ? റെയിൽവേ അപ്പൊ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും റോഡ് ഉണ്ടാകും. ആ റോഡിന് കുറുകെ എന്താണ്? ഒരു റെയിൽവേ ട്രാക്കും വരുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മളൊക്കെ റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാണുന്നതല്ലേ? അപ്പൊ ടാറിട്ട റോഡ് എപ്പോഴും എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു, നല്ല ബോൾഡ് ആയിട്ട് 2 ലൈനാണ് അല്ലേ? അതിന്റെ സെൻട്രൽ ഏതാണ് വന്നത്? റെയിൽവേ ട്രാക്ക് വന്നു. ഇനി റെയിൽപാതയും പാലവും. റെയിൽപാത നമുക്ക് എന്താണ്? ഈ ചിഹ്നം എന്തായാലും റെയിൽവേ ട്രാക്കിന്റെ അറിയാം. ഇനി പാലം നമ്മൾ നേരത്തെ പഠിച്ചില്ലേ എങ്ങനെയാണ് പാലം എന്നുള്ളത്? ആ പാലം അതിന്റെ ഇടയിൽ കൊടുത്താൽ മതി കേട്ടോ. ഇനി അതേപോലെ ജലാശയങ്ങൾ നമ്മൾ പറഞ്ഞു. അരുവി കണ്ട ഒഴുക്കുണ്ട്, പക്ഷെ എന്താണ്? ഇതാണ്ട ഒഴുക്ക് ആ ഒരൊറ്റ ലൈനിലാണ് കൊടുത്തിരിക്കുന്നത്. നദിയിൽ എങ്ങനെയാണ്? ഇതാണ്ട കൈവഴികള് വരുന്നത്. തിക്നെസ് നല്ലോണം കൂട്ടിയിട്ട് കൊടുക്കുക നദിക്ക്. പിന്നെയോ വേലിയേറ്റ സ്വാധീനമുള്ള നദി. ശ്രദ്ധിക്കണം, വേലിയേറ്റ സ്വാധീനമുള്ള നദി. അതിന്റെ ചിത്രം പിക്ചർ കണ്ടല്ലോ അല്ലെ? ഒന്ന് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ കാണാപ്പാടം പഠിക്കേണ്ട സബ്ജക്റ്റ് ഒന്നും അല്ല. ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ സിമ്പിൾ ആയിട്ട് ഒരു മാർക്ക് കിട്ടുകയും ചെയ്യും. ഇനി പ്ലസ് കണ്ടോ? പ്ലസ് ചിഹ്നത്തിൽ അല്ലെ? നീരുറവ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു കിണർ അല്ലെ? ത്രികോണാകൃതിയിൽ നീല കളറിലായിരിക്കും കിണർ. ഒരു വൃത്താകൃതിയിൽ നീല കളറിലാണ് കിണർ എങ്കിൽ ത്രികോണാകൃതിയിൽ നീല കിണറാണ് കുഴൽ കിണർ എന്ന് പറയുന്നത്. നീരുറവയൊക്കെ മനസ്സിലായല്ലോ. ഇനി അടയാളങ്ങളും ചിഹ്നങ്ങളും കണ്ടോ? അതില് സസ്യജാലങ്ങൾ നോക്കിക്കേ. സസ്യജാലങ്ങൾ എങ്ങനെയാകുമ്പോ പുൽവർഗ്ഗങ്ങളാകുമ്പോൾ അതാ കുറേ പുല്ലുകൾ വന്നു. പനകളാകുമ്പോൾ പനയുടെ ചിഹ്നം. ഇതൊക്കെ നമുക്ക് പിന്നെ അറിയാം അല്ലെ? പിന്നെ അത് ഇങ്ങനെയൊന്നും തരില്ല. കാരണം പനകൾ ഏതോ പുൽവർഗ്ഗങ്ങൾ മറ്റൊന്നും തരില്ല. കാരണം നമ്മൾ അതിലേറെ പുലികളാണെന്നുള്ളത് അവർക്കറിയും. അപ്പൊ ഇതങ്ങനെ സ്തൂപിക,
അങ്ങനെയൊക്കെ തരുമ്പോൾ നമ്മൾ ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അല്ലേ. സ്തൂപികാഗ്ര വനങ്ങൾ നോക്കിക്കേ, കണ്ടോ? സ്തൂപികാഗ്ര വനങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ രീതിയിലാണ്. മുളകൾ നോക്കിക്കേ, ഇത് മുളകൾ കാറ്റാടി ഫാം പോലെ ഉണ്ട് അല്ലേ. നമ്മൾ കഞ്ചിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കാറ്റാടി ഫാം ഒക്കെ കാണുന്ന സമയത്ത് അവിടെ പോകുന്ന സമയത്ത് കാണാം ഈ കണ്ടോ. പക്ഷേ ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഇത് മുളകളെ കണ്ടോ. ഇടതൂർന്ന കാട് കണ്ടോ, സെൻസ് ഫോറസ്റ്റ് കണ്ടോ, ഇതാണ് ഇടതൂർന്ന കാട്. റിസർവ് വനം ഇതാണ് ചിത്രം നോക്കണം കേട്ടോ. ഇതൊക്കെ മനസ്സിലാക്കണേ. ഇടതൂർന്ന കാട് ഈ രീതിയിലാണ്. റിസർവ് വനം ദാ ഈ മോഡലാണ്. ഇനി പാർപ്പിടങ്ങളാകുമ്പോൾ സ്ഥിരമായിട്ടുള്ള വീടാണെങ്കിൽ അതെന്താകും, ഫുൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടാകും. താൽക്കാലികമായ വീടാണെങ്കിൽ ഇതിനുള്ളിൽ ഷെയ്ഡ് ചെയ്തിട്ടില്ല കണ്ടോ, ബ്ലാങ്ക് ആക്കിയിട്ട് ഇട്ടിരിക്കണം അല്ലേ. ഇത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഇത് ഷെയ്ഡ് ചെയ്തിട്ടില്ല. അപ്പൊ സ്ഥിരമായ വീടാണെങ്കിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, താൽക്കാലികമായ വീടാണെങ്കിൽ ഷെയ്ഡ് ചെയ്തിട്ടില്ല. കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ കണ്ടോ, ഇതാ നോക്കണം, വിസരിത വാസസ്ഥലങ്ങള്. പിന്നെ ഇങ്ങനെയൊക്കെ ചിത്രം തന്നിട്ട് ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ കൺഫ്യൂഷൻ ആയില്ലേ. അതിനാണ് നന്നായിട്ട് ഫോട്ടോപിക്സിൽ ഉൾപ്പെടുത്തി തന്നത്. രേഖാകൃതിയിലുള്ള വാസസ്ഥലങ്ങൾ. രേഖാകൃതി പറയുമ്പോൾ സെൻട്രൽ ആ രേഖ പോയിരുന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇനി എങ്ങനെയാണ് സ്മാരകങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് നോക്കിക്കേ. കോട്ട നോക്കിക്കേ, ഇതാ അത് അമ്പലം എങ്ങനെയാണ്, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, പിന്നെ ശവകുടീരങ്ങള്, ശവപ്പറമ്പ്. ആ ശവകുടീരവും ശവപ്പറമ്പും നോക്കിക്കേ, രണ്ടും രണ്ടില്ലേ വ്യത്യാസം. ശവപ്പറമ്പ് എങ്ങനെയാണ് അത് നോക്കുക, ശവകുടീരം എങ്ങനെയാണെന്ന് നോക്കുക. പിന്നെ കോണ്ടൂർ രേഖകൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് നേരത്തെ ഞാൻ പറഞ്ഞു പിക്ചർ വൈസ് തന്നാൽ എന്ത് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാൻ ആ എക്സാം എഴുതിയതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എഴുതിയിട്ടില്ല. ഇതിന്റെ ആൻസർ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് ഞാനത് വിട്ടു. കാരണം പിക്ചർ വെച്ചിട്ടൊന്നും പഠിച്ചിട്ടില്ല. കോണ്ടൂർ രേഖ എന്താണെന്ന് അറിയാം, ഒരേ അല്ലെ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വരയ്ക്കുന്നതാണ് കോണ്ടൂർ രേഖ എന്നൊക്കെ നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കാറുണ്ട്. പക്ഷെ കോണ്ടൂർ രേഖ എങ്ങനെയാണ് ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു. ഇതെങ്ങനെ ചിത്രം നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അതിൽ കാണാം ഈ ചിഹ്നം അങ്ങനെ അങ്ങോട്ട് ഒരു കെട്ടുപണ എന്ത് കോണ്ടൂർ രേഖ, ഞാൻ അവിടെ വിട്ടിട്ട് വന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ നമുക്ക് എന്താ ഇതൊക്കെ പഠിച്ചു വന്നപ്പോൾ ഓക്കെ ആയി. കോണ്ടൂർ രേഖകൾ കണ്ടോ ചിത്രം ഇതാണ്. ഫോം ലൈൻ നോക്കിയേ നാളെ LDCക്ക് ഇതൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് മാർക്ക് മറ്റേ കളഞ്ഞിട്ട് ഇവിടെ വന്നാലോ കിട്ടിയില്ല മിസ്സേ ഒന്ന് പഠിച്ചതാണ് ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് മാർക്കാക്കി മാറ്റണം. അതിനാണ് എല്ലാ പിക്ചർ വൈസ് നമ്മൾ ജോഗ്രഫിത്തെ SCRT ബേസ് ആയിട്ടുള്ള എല്ലാം അങ്ങോട്ട് പിക്ചർ എടുത്ത് തന്നത്. നോക്കണം, ഫോം ലൈൻ കോണ്ടൂർ രേഖ മനസ്സിലായല്ലോ. ഫോം ലൈൻ നോക്കിക്കേ. ഇനി സ്പോട്ട് ഹൈറ്റ്, ഫോം ലൈൻ, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക് നമ്മൾ അത് പഠിക്കുന്നതാണ്. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇനി നാളെ ഇതിന്റെ ചിഹ്നം തന്നിട്ട് ഇത് ഏത് ഹൈറ്റ് ആണ് ഭൂപടത്തിൽ എങ്ങനെ ചിത്രീകരിക്കുന്നത് ചോദിച്ചാൽ മാർക്കാക്കണം. ഫോം ലൈൻ നോക്കിക്കേ, കണ്ടോ ഫോം ലൈന്. സ്പോട്ട് ഹൈറ്റ് പറയുമ്പോൾ എപ്പോഴും അതിന്റെ മുന്നിൽ ഡോട്ട് ഉണ്ടാകും. അത് എത്രയും നമ്പർ 240 ആണ് കേട്ടോ, 240 ആണ്. ട്രയാങ്കുലേറ്റർ പറയുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ ട്രയാങ്കിളിനെ മനസ്സിൽ കാണാം. അതിന്റെ സെന്ററിൽ ചിലപ്പോൾ ഡോട്ട് ഇടാതെയൊക്കെ തരും. ട്രയാങ്കുലേറ്റർ പറയുമ്പോൾ അവർക്ക് അറിയാം അത് ത്രികോണമാണെന്നുള്ളത് അവർക്ക് അറിയാൻ തരും. പക്ഷെ ട്രയാങ്കുലേറ്റർ പറയുമ്പോൾ അതിന്റെ സെന്ററിൽ ഒരു ഡോട്ട് ഉണ്ട്, അത് മനസ്സിലാക്കുക. അത് 200-ലാണ്. പിന്നെ ബെഞ്ച് മാർക്ക് BM 215 കണ്ടോ. ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് 200, ബെഞ്ച് മാർക്ക് 215 വെച്ച് തരും. സ്പോട്ട് ഹൈറ്റ് 240. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഭൂപടങ്ങളിൽ ഓരോന്നിനെയും ഈ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മനസ്സിലാക്കുക കേട്ടോ. കുറച്ചു നേരം ഒന്ന് സുഖമായിട്ട് ഒരു പിക്ചറൊക്കെ കണ്ട് ഇങ്ങനെ ഒരു എൻജോയ് ചെയ്തിട്ട് പഠിച്ചിട്ട് പോയാൽ മതി. അപ്പം പരമാവധി നമ്മുടെ ചാനലിൽ ഒരുപാട് ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കുറേ മാർക്ക് ഇപ്പം തന്നെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇട്ട വിഷയങ്ങളിൽ തന്നെ ഏകദേശം 35 മാർക്കോളം സ്കോർ ചെയ്യേണ്ട മാർക്ക് ഇപ്പം തന്നെ GK പോർഷനിൽ നിന്ന് നമുക്ക് എടുത്തിട്ടുണ്ട്. കാരണം കേരള ഭരണഘടന സംവിധാനം, സുപ്രധാന നിയമങ്ങൾ, പിന്നെ എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി, ഇതൊക്കെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. വേൾഡ് ജോഗ്രഫി 2-3 ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. കുറേ ഹോട്ട് ടോപ്പിക്സ് 25ഓളം ഹോട്ട് ടോപ്പിക്സ് തന്നിട്ടുണ്ട്. 43ഓളം പ്രീവിയസ് 2021 മുതൽ 2023 2024 വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പർ 45ഓളം ഇട്ടിട്ടുണ്ട്. ഇനിയും ക്ലാസ്സുകൾ അതേപോലെ ബയോളജിയിൽ 2-3 ടോപ്പിക്ക്, അതും NCERT ബേസ് ചെയ്തിട്ടാണ്. എല്ലാ SCRTയും NCERT ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ ഇട്ടിരിക്കുന്നത്. 2-3 ക്ലാസ് ബയോളജി ഇട്ട് തന്നിട്ടുണ്ട്, 2-3 ക്ലാസ് കെമിസ്ട്രി ഇട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ പോകെ ഓരോരോ സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് വരും. കുറേ ഭരണ സംവിധാനവും എക്കണോമിക്സും സുപ്രധാന നിയമങ്ങളൊക്കെ എക്കണോമിക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയൊന്നും അവിടെ കംപ്ലീറ്റ് ചെയ്യാനില്ല. അതൊക്കെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് മാർക്കാക്കി മാറ്റുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.